മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ കരുണ പണികൾ ചെയ്യുന്ന കാഴ്ച കാണുകയാണ് ഫോണിലൂടെ. ഈ സമയം മുത്തശ്ശി വേഗം തന്നെ ആ ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. മതിയടി, നീ കണ്ടു രസിച്ചത്. എന്താ ഇതിലിപ്പോ ഇത്ര വലിയ അതിശയം? ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ ചെയ്യേണ്ട പണികൾ തന്നെയല്ലേ കരുണ മോളും ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ, ആണോടി, എന്റെ മോളുടെ വേലക്കാരിയായിട്ടാണ് നിന്റെ മോളെ അങ്ങോട്ട് വിട്ടയച്ചത്, എന്നിട്ടിപ്പോ ആ ഗതി വന്നിരിക്കുന്നത് എന്റെ മോൾക്കാണെന്നൊക്കെ പറയുമ്പോ, ഭർത്താവിന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അത്ര വലിയ അതിശയമൊന്നുമില്ല. പിന്നെ എല്ലാ കാലത്തും എല്ലാവരും അവൾക്കൊപ്പം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഒരു വീടൊക്കെ നോക്കാൻ അവൾ പഠിക്കേണ്ടതൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം പ്രതാപൻ ദേഷ്യം വരുന്നുണ്ട്. ദേ, മിണ്ടാതിരുന്നോ, നിന്നെ ഞാൻ കൊന്നുകളയും. അല്ലെങ്കിൽ നീ ഞാനും ഭാര്യയും ഭർത്താവായി ജീവിച്ചിട്ട് എത്ര കാലമായടി? പിന്നെ എന്തിനാടി, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാ നീ ഈ സിന്ദൂരും താലിമലയൊക്കെ അണിഞ്ഞു നടക്കുന്നേ? ഓ എടാ, അവൾക്കവളുടെ കാമുകന്മാരെ കാണിക്കണ്ടേ, അതിനു വേണ്ടിയിട്ടായിരിക്കും. ദേ, ഇതുപോലെയുള്ള ചീഞ്ഞ വർത്തമാനം എപ്പം നിർത്തുന്നുമോ അപ്പൊ മാത്രമേ കൊച്ചുമോൾക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ തന്നെ നല്ലത് വരുള്ളൂ. ഡി, നീ മര്യാദയ്ക്ക് നിന്റെ മൂത്ത മകളോട് പറഞ്ഞേക്ക്, എന്റെ മകളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുതെന്ന്. ഞാനൊന്നും പറയാൻ പോകുന്നില്ല, ഇതൊക്കെ കരുണയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് പോകുമ്പോൾ ഇവളുടെയൊക്കെ അഹങ്കാരം കാണുമ്പോൾ ശരിക്കും കൊന്നു കളയാനാ തോന്നുന്നത്. ഇനി എന്തായാലും ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അമ്മേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ആ മഹാലക്ഷ്മി കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മഹിയാണെങ്കിൽ കണ്ണന്റെ ക്യാബിനിലേക്ക് വരികയാണ്. കണ്ണൻ പറയുന്നുണ്ട്, തന്റെ അമ്മയുടെ പിറന്നാൾ വരികയാണ്, ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല ദിവസങ്ങളെല്ലാം തിരിച്ചു കിട്ടണം മഹി, അതുകൊണ്ട് നമുക്ക് സമ്മാനവുമായിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ, കണ്ണേട്ട, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത സ്വർണ്ണമൊക്കെ തിരികെ തരണമെന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ചു. ഞാൻ നിർബന്ധിച്ച് ലോക്കറിൽ വെപ്പിച്ചതാണ്. എന്തായാലും ഇനി സ്വർണ്ണമൊന്നും കൊടുക്കണ്ട. അതെ, എങ്കിൽ പിന്നെ കുറച്ച് സാരി ടെക്സ്റ്റൈൽസിൽ പോയി എടുക്കാം. ശരി കണ്ണേട്ടാ. പിന്നെ താനും തന്റെ അമ്മയൊക്കെ ആ പ്രതാപന്റെ പിശുക്കിൽ ജീവിച്ചത് കൊണ്ട് തന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് പാവ അമ്മ. ഇനി അങ്ങനെ ആവരുത്. അമ്മയുടെ ജീവിതത്തിലെയും തന്റെ ജീവിതത്തിലെയും നല്ല ദിവസങ്ങളായ പിറന്നാൾ ദിവസം ആഘോഷിക്കണമെന്ന് കണ്ണൻ പറയുന്നു. കരുണാലയത്തിൽ ആ കരുണയുടെ പിറന്നാൾ ദിവസം മാത്രമായിരുന്നു ഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്നത്. എന്റെയും അമ്മയുടെയും പിറന്നാൾ ദിവസം വരുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് ഒരു പായസം കഴിപ്പിക്കും, അത്രമാത്രം. അതുകൊണ്ടാണോ പറഞ്ഞത്, ഇനിയുള്ള ആഘോഷങ്ങൾ ആ പ്രതാപനെയും കരുണയെയും മുത്തശ്ശിയൊക്കെ തന്നെ വേദനിപ്പിക്കുന്നത് പോലെ ആയിരിക്കണമെന്ന്. മാത്രമല്ല, അയാള് കരുണയോട് നമ്മൾ ചെയ്യുന്നതിന് അമ്മയോട് ദേഷ്യം കാണിച്ചേക്കാം, ഒറ്റ അടിക്ക് ഒരുപക്ഷെ ജീവൻ പോലും പോയേക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വരുന്നത് നല്ലതായിരിക്കുമെന്ന് കണ്ണൻ പറയുന്നു. ശരി കണ്ണേട്ട, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹി റെഡി ആവുകയാണ് വീട്ടിലേക്ക് പോവാനായിട്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്റെ മകളെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രതാപം പറയണം, അത് ആ മഹാലക്ഷ്മിനെ ജീവിച്ചിരിക്കരുത്, എനിക്ക് അവളെ കൊന്നു കളയണമെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് എന്റെയും ആഗ്രഹം, അവൾ ജീവിക്കരുത്. പിന്നെ സത്യം പറഞ്ഞ വാമേട്ട, നിങ്ങളെയും എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാ? അത് ആ കമലേശ്വരം വീട്ടിൽ ആലോചന കൊണ്ടുവന്നത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എടാ, കുട്ടികളുടെ കല്യാണം നടത്തുമ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ, ഇതിപ്പോ എല്ലാം തകിടം മറിഞ്ഞു പോയതല്ലേ. എന്തായാലും ആ വിശ്വനാഥൻ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറുക്ക വരാൻ ചാൻസ് ഉണ്ടെന്ന് പ്രതാപനോട് വാമദേവൻ പറയുമ്പോൾ, ഇനി ആ വിശ്വനാഥൻ എന്നെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് ആ മഹാലക്ഷ്മിയെ കൊല്ലണം. പിന്നെ അവളുടെ തന്നെ പറമ്പിൽ ഒരു ഇടം കണ്ടുവച്ചേക്ക്, അവളെ പുതച്ചു മൂടാനായിട്ട്. രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇനി ഈ പ്രതാപൻ മുന്നോട്ട് പോകുന്നത്. ജയിലിലേക്ക് പോയാലും വേണ്ടില്ല, എന്റെ മോളുടെ കണ്ണീര് കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നിങ്ങനെ പ്രതാപൻ പറയുന്നു. അങ്ങനെ മഹിയും കണ്ണനും മോഹിനിക്കുള്ള ആ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. അവരെ കാണുമ്പോൾ തന്നെ മോഹിനി ഓടി എത്തുന്നുണ്ട്. മക്കൾ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്കുള്ള സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അമ്മേ, 2 സാരി. മോനെ, എന്തിനാ, വിഷുവിനല്ലേ സാരി എടുത്ത് തന്നുള്ളൂ, അത് തന്നെ ഇപ്പോ ഉണ്ട്. പിന്നെ ഒരു ഷെൽഫ് ഫുള്ള് നിറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ, അമ്മ ഇനി നല്ല നല്ല സാരി കൊടുത്ത് നടക്കണം, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ അകത്തേക്ക് വിളിക്കുക. ഈ സമയം മുത്തശ്ശി അവിടെയുണ്ട്. അങ്ങനെ മുത്തശ്ശി മോഹിനിയെ കാണുമ്പോൾ പറയാണ്, ദുഷ്ടായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും എന്റെ കൊച്ചുമകളോട് നീ പെരുമാറരുതെന്ന് പറയുമ്പോൾ, എന്താ എന്റെ മഹി പെരുമാറിയതിൽ തെറ്റ്? അതെ, അവള് ദേഹനങ്ങി പണിയെടുക്കാത്ത കൂട്ടത്തിലാണെന്ന് പറയുമ്പോൾ, അതെ, അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവള് ദേഹനങ്ങി ഒന്ന് പണിയെടുക്കട്ടെ. പിന്നെ എന്റെ അച്ഛൻ എനിക്ക് ആരാധന നിങ്ങൾക്കറിയോ? മരിക്കുന്നതിന് തലേദിവസം പോലും എന്നെ ആ നെഞ്ചിൽ കിടത്തി ഉറക്കിയതാണ്. അങ്ങനെയുള്ള അച്ഛനെയാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് എനിക്ക് നഷ്ടപ്പെടുത്തിയത്. അതിനുള്ള ശിക്ഷയായിട്ട് നിങ്ങളുടെ കൊച്ചുമകളുടെ കണ്ണ് നിറയണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേദനിക്കൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരിക്കും. അവൾ എപ്പോഴാണോ അതിനൊക്കെ വിസമ്മതിക്കുന്നത് അപ്പൊ തന്നെ പ്രതാപൻ ജയിലിലാകുമെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ, എടാ കണ്ണ, നീ ഒന്ന് ക്ഷമിക്കും. എന്തായാലും കണ്ണട്ടിന്റെ തീരുമാനം പോലെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. എന്നും അവൾ ഇങ്ങനെ ജോലി ചെയ്യത്തൊന്നുമില്ല.
അതുകൊണ്ടേ കണ്ണേട്ടൻ തീരുമാനിക്കുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ മോഹിനിയെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ദുർഗ അയച്ചു കൊടുത്ത ആ വീഡിയോ കണ്ണന് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, കണ്ടില്ലേ മോനെ എന്റെ മോള് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഓഹോ, ഈ വീഡിയോ ഒക്കെ ആരാ അയച്ചത്? ആ വീട്ടിൽ ഈ വീഡിയോ ആരാ അയച്ചെന്നിട്ടാ നിങ്ങൾക്കിപ്പോ ഇത് കിട്ടിയത്? വേഗം തന്നെ മുത്തശ്ശി ആ ഫോൺ പിടിച്ചു വാങ്ങുകയാണ്. മനസ്സിലായി, എന്റെ രണ്ടാനമ്മയാണല്ലേ, അവർക്ക് ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലേ, എന്തായാലും നന്നായി. അല്ലെങ്കിലേ ഞാൻ തന്നെ ഈ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുടെ ഫോണിലേക്ക് അയക്കുമായിരുന്നു, നിങ്ങൾക്ക് കണ്ട് രസിച്ചിരിക്കാമല്ലോ എന്നിങ്ങനെ കണ്ണനാണെങ്കിൽ കളിയാക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ കരുണയെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് മോള് വിഷമിക്കേണ്ട മോളെ, എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയുന്നുണ്ട്, ഇനി ആ മഹാലക്ഷ്മി ജീവിച്ചിരിക്കാൻ പാടില്ല. അച്ഛാ, ഇത് കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ പ്രാവർത്തികമായിട്ട് ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ടേ വെറുതെ ഇത് പറയണ്ട, എപ്പോഴും തോറ്റുപോകാൻ മാത്രമാണ് നമ്മുടെ വിധി എന്നൊക്കെ പറയുമ്പോൾ, അതെ മോളെ, ഇപ്രാവശ്യത്തേക്ക് അച്ഛൻ എന്തായാലും അത് ചെയ്തിരിക്കും. ഇനി കണ്ണന്റെ മുന്നിൽ വെച്ച് തന്നെ നിന്റെ അമ്മയുടെ പിറന്നാൾ ദിവസം കണ്ണനിൽ നിന്ന് മഹാലക്ഷ്മിയെ ഞാൻ വേർപെടുത്തിയിരിക്കുമെന്ന് പറയുമ്പോൾ, എങ്കിലേ അത് ചെയ്തിട്ട് വന്ന് എന്റെ മുന്നിൽ സംസാരിച്ചാൽ മതി, അതുവരെ എന്നെ കാണാനും സംസാരിക്കാനും നിൽക്കണ്ട എന്നിങ്ങനെ കരുണ പറയുന്നു. അങ്ങനെ മോളെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, അച്ഛനെ നീ ഒന്ന് വിശ്വസിക്ക് ഇപ്രാവശ്യത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ, അച്ഛ ആ കണ്ണന്റെ മഹാലക്ഷ്മി പിരിയണം, മഹാലക്ഷ്മി മരിച്ചു പോകണം, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കരുത്, അങ്ങനെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായി സന്തോഷത്തോടെ സുഖത്തോടെ കുടുംബത്തോടെ ജീവിക്കുന്ന മഹാലക്ഷ്മിയെ കാണുന്നത് എനിക്ക് സഹിക്കില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ പ്രതാപനാണെങ്കിൽ പലതും തീരുമാനിച്ചുറപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും നാളത്തെ പ്രൊമോയിൽ പ്രതാപൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണനും മോഹിനിക്കും മുന്നിൽ വെച്ച് തന്നെ ഒരു കത്തിയെടുത്ത് മഹാലക്ഷ്മിയുടെ വയറ്റിലേക്ക് കുത്താൻ പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. മഹിയാണെങ്കിൽ അത് തട്ടി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഓടിപ്പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുറകെ തന്നെ കണ്ണനും മോഹിനിയും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു പോകുമ്പോൾ പ്രതാപനാണെങ്കിൽ മഹിയെ പിടിച്ച് കുത്താനായിട്ട് പോകുന്ന സമയത്താണ് കണ്ണൻ എഴുന്നേറ്റ് നിന്ന് പ്രതാപനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ആ കത്തി ഉപയോഗിച്ച് പ്രതാപനെ കുത്താൻ ശ്രമിക്കുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ്സ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടലിന് എപ്പിസോഡിനായിട്ട്.